ബ്രൗണും ബ്ലാക്കും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഇടുമ്പോഴത്തേനും കാണാതെ ആവുമല്ലോ. നിങ്ങൾ ഓൺലൈൻ ഉണ്ടോ? ഇല്ലല്ലോ. സ്റ്റാർട്ടായോ? കാരണം ഗേറ്റുമ്പോ കടന്നൽ കൂടുണ്ട് അതിന്റെ ഉള്ളില്. ഇപ്പച്ചിക്ക് പള്ളർച്ച് കുത്ത് കിട്ടിയേക്കണേ. കുത്തി കുത്തി ഇവിടെ കുത്തി ഇവിടെ കുത്തി ഇവിടെ ഇവിടെ ബാക്കിൽ പറ്റേ പവറ് 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 നമ്മളിത് എന്തിനാ മഞ്ഞൾ ഇങ്ങനെ തേക്കണ വെച്ചാല് നല്ല വിഷബാധ ഉണ്ടെങ്കിൽ ഗൈസ് അപ്പോൾ വാങ്ങി കൊടുത്തു. ഞങ്ങൾ നോമ്പറക്കാൻ പോവാണ്. അങ്ങനെ ഗൈസ് അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ തുടങ്ങണത് സ്റ്റാർട്ട് ചെയ്യണ തന്നെ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണ തന്നെ നമ്മുടെ ഇംബ്രു കാക്കു ആൻഡ് അംബ്രു അല്ലേ? അതിൽ പോലെ കടന്നലുണ്ട് അവിടെ. മഞ്ഞൾ ഉണ്ടാക്കിയോ? ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണ തന്നെ ഇംബ്രു ആൻഡ് അംബ്രുവിന്റെ അടുത്ത് നിന്നാണ് അല്ലേ? ഇംബ്രുവിനോടും അംബ്രുവിനോടും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഗേറ്റുമ്മ ആരും കളിക്കരുതേ. കാരണം ഗേറ്റുമ്മ കടന്നൽ കൂടുണ്ട് അതിന്റെ ഉള്ളില്. ഇപ്പച്ചിക്ക് പള്ളർച്ച് കുത്ത് കിട്ടിയേക്കണേ. ഇവിടെ കുത്തി കുത്തി ഇവിടെ കുത്തി ഇവിടെ കുത്തി ഇവിടെ ഇവിടെ ബാക്കിൽ കുത്തിക്കണോ? ചെറിയൊരു പാടുണ്ട്. പൊള്ളച്ച് വരുന്നുണ്ട് ഗൈസ്. പാനിക്കടന്നലാണ് കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഐറ്റങ്ങളെ പൊതുവെ കൊല്ലാതെ കൂട്ടൽ തന്നെ നല്ല കിട്ടല. പിന്നാലെ കൂടി ആക്രമിക്കുക. തൊട്ടിട്ടൊന്നുമില്ല. അപ്പൊ പറയുമ്പോ നമ്മളിപ്പോ ഇന്നലെയൊക്കെ ഗേറ്റ് തുറന്നൊക്കെ ചെയ്തല്ലേ? ഗേറ്റ് നീക്കിയില്ലേ? അതാ പഠിച്ച റബ്ബ് കാത്തതാണ് ഈ മക്കളെ. ഗൈസ് അപ്പൊ കടന്നല് കുത്തിക്കണേ. എന്താ കാട്ടുക? ആ അത് ഞാൻ എന്നെ കുത്തുമ്പോഴും പറയണം കേട്ടോ. അവിടുന്നോ? അവൻ എവിടെ വെച്ച് തെരഞ്ഞെടുക്കുക? അബ്രു എവിടെ വെച്ച് തെരഞ്ഞെടുക്കുക? പൊള്ളച്ചൊക്കെ ചെയ്തിരുന്നല്ലോ. മഞ്ഞളിങ്ങനെ ഇത് പിടിച്ചാൽ നമ്മളിത് എന്തിനാ മഞ്ഞൾ ഇങ്ങനെ തേക്കണ വെച്ചാല് നല്ല വിഷബാധ ഉണ്ടെങ്കിൽ പച്ചമഞ്ഞളാണ് തേക്ക ശരിക്കും. പച്ചമഞ്ഞൾ എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിലേ ഇപ്പത് നമ്മള് പൊറാട്ടയും ചാറും കൂട്ടിയിട്ട് ചാറ് മേത്ത് കൂടെ അയ്യാറോ ആൾക്കാര് നോമ്പിന്. എന്റെ ക്ലാസ്സിലത്തെ ഒരാളുണ്ട്, ക്ലാസ്സിലല്ല ബസ്സിലത്തെ കുട്ടിയാളുണ്ട്. അവനോട് ജീവിക്കണ ഞങ്ങൾ പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ. അത് ക്വസ്റ്റ്യൻ അറിയില്ല, ആൻസർ ആണെങ്കിലും ചോദിച്ചു കളിക്കറിയോ ചോദിച്ചു. എനിക്കറിയും പറഞ്ഞു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ ആൻസർ സച്ചിൻ തെണ്ടുൽക്കർ. നാളെ സ്കൂളുണ്ട്. ആ സ്കൂളില്ലേ?
ഒന്ന് അടങ്ങി നിന്നോട്ട് പ്രായം. ആ ആ ആ എടുത്തിട്ടാണത്. ആ ഗുഡ്. ആ പട്ടെ പവറ് 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 പവറ്. അല്ലേ അവളെ തലമ്മിലൊക്കെ തൊട്ട് പ്രഷർ കയറും. ഇതൊക്കെ തൊട്ട ആർക്കാലും പ്രഷറാ നോക്കുന്നില്ലേ. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അതല്ല ഓളെ സ്വഭാവം മാത്രം കാണുന്നെങ്കിൽ ജിബ്രാന്റെ കൈ കൊടുത്ത് നേരത്തെ ജിബ്രാൻസൊക്കെ കണ്ടില്ല അച്ഛനിരുന്ന് നോക്കുക. ചൂടോളൊറ്റക്ക് നടക്കുഞ്ഞേ. കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടിനെ ബുക്കിച്ചോ. വരുണ്ടോ വരുണ്ടോ ഗൈസ്? അങ്ങനെ ടീ ഷാപ്പും ഉണ്ട് ഇറങ്ങണ്ടല്ലേ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ നമ്മൾ പെരിന്തൽമണ്ണ പോവാണ്. അപ്പോൾ ഇന്നലെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ കുഞ്ഞോക്ക് ഒരേ ഒരു പരാതി, പോക്ക് കൊടുക്കണം ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം അല്ലേ വിഷുമാ? പോവാ അങ്ങനെ ഗൈസ് റെഡി ആയില്ലോ ഞങ്ങള്? അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാട്ടോ. നോമ്പ് തുറക്കാൻ നേരത്തെ ഇറങ്ങണത്. അപ്പോൾ നോമ്പ് എന്ത് ചെയ്യാണ്? അപ്പം നോമ്പ് നമ്മൾ വൈക്കുന്ന തുറക്കാനാണ് കരുതിയിരിക്കുന്നത് കേട്ടോ. പൊതുവേ നോമ്പ് തുറക്കാൻ കടന്നലുണ്ട് ഇവിടെ. അപ്പം നമ്മൾ പൊതുവേ നോമ്പ് തുറക്കാൻ നേരത്ത് പോകണം എന്താ വെച്ചാൽ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവിടെ പെരും തിരക്കിക്കാരല്ലേ. കുറച്ചൊക്കെ കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. കുഞ്ഞോക്ക് ഒരു കൂട്ടം ഡ്രസ്സ് എടുക്കണം, 1-2 കൂട്ടം ഡ്രസ്സ് എടുക്കണം. കാരണം ഇന്നലെ കുട്ടികൾക്ക് എടുത്തല്ലേ. അപ്പോൾ പെരുന്നാൾ ഇപ്പം തന്നെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, പിന്നെ കളക്ഷന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം തന്നെ പറ്റിയൊരു കൂട്ടം എടുത്ത് വെച്ചാൽ കഴിഞ്ഞാൽ അപ്പം അത് ആ തിക്കിത്തിരക്ക് കൂടെ പോയിങ്ങാണ്ട് ഏതെങ്കിലും കോലില്ലാത്ത എടുത്ത് പോരണ്ടല്ലേ ഇതിൽ ഇപ്പം തന്നെ പോകുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ കട പോകണം ഡ്രസ്സ് എടുക്കാൻ. അതിലൊക്കെ ചെയ്തില്ലേ ഇബ്രോ മാലിട്ട് കൊടുത്ത ഇടണ്ട. ഇത് നമുക്ക് കഴുത്തിൽ കെട്ടിയിട്ട് ഇട്ടാ മതി കുളത്ത്. അങ്ങനെ തന്നെയാണ്. പോലെന്നാ എന്താണ് അല്ലേ? വാ നിർത്താനോ നിങ്ങൾ പറയടേ? വെറുതെ എന്നാ ഗൈസ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ അടിക്കലുണ്ട്. വീഡിയോ കാണലുണ്ട് നിങ്ങൾ? ലൈക്കും കമൻറ്റൊക്കെ അടിക്കണം കേട്ടോ.
ശാന്തിയിൽ എവിടെ നിങ്ങൾ വരാ ഗ്രൗണ്ടിൻ്റെ അവിടെ ആ മൊയ്ക്കല് ആ മൂപ്പരാനാ പേരക്കുട്ടി ആ നോമ്പുണ്ടോ നിങ്ങൾക്ക് ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവുകയാണ് പെരിന്തൽമണ്ണക്ക് നിങ്ങൾ പറഞ്ഞോ എന്നായിക്കോട്ടെ എന്നാ കാണാം ഓക്കെ പോലെ എന്തോ കയറാത്തടി എന്താ ഒരു റീൽസൊക്കെ എടുക്കണ്ടേ ഒരു സാധനം മറ്റേ ഓഫാക്കി നമുക്ക് ശരിയാക്കാം എനിക്ക് വെള്ള ബാഗ് എടുത്തോണ്ട് ഓക്കെ പോരെ എനിക്ക് പ്രശ്നമില്ലല്ലോ പക്ഷെ പെരുന്നാൾക്ക് ഇട്ടിടാൻ പറ്റിയ ഓർത്തോട്ടെ പക്ഷെ വെള്ളമാകുമ്പോൾ എന്താ പറയുക ഈ പൊട്ടന അന്തല്ലായിട്ടാണ് അതിമേലെ പെട്ടെന്ന് ചളിയാക്കുക അപ്പോൾ അവൻ്റെ വെള്ളക്കുപ്പായം കണ്ടില്ല ഇവിടെ മഞ്ഞ കളർ വന്നിക്കണ് വിഷുമാ പോവല്ലേ അതന്നെ പറഞ്ഞത് എനിക്ക് വെള്ളമല്ലോ വേണ്ട അബ്രോ ചളി ആകണതല്ലോ വേണ്ട ആ ജിബ്രാൻ കയർ ഗൈസ് അപ്പൊ ഞങ്ങളങ്ങനെ പോട്ടോ നിങ്ങൾ പോരണോ നിങ്ങൾ പോരണോ ഗൈസ് കാക്കുന്റെ ന്യൂ ലുക്ക് തിളക്ക കുപ്പായം ഗൈസ് തെളുങ്ങുണ്ട് രണ്ടെണ്ണം അയച്ചിട്ട് അപ്പൊ ഗൈസ് നല്ല മഴ വരുന്ന കാലാവസ്ഥ മഴ ചെറുതായിട്ടൊന്ന് ചാറി പോയില്ലേ പക്ഷെ വേറെ എവിടെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ബ്രോ വരാൻ ചോദിച്ചാ ഞങ്ങള് തരാ ടാറ്റാ പിന്നെ ഇന്നത്തെ നോമ്പ് തുറക്കല് നമ്മളേ എവിടെയും ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ല ഇന്നലത്തെ മാതിരി തന്നെ അപ്പൊ ഞാൻ പോണ വൈക്കുന്ന ഇതേപോലെ കട്ട് ഫ്രൂട്ട് ഇതൊക്കെ വാങ്ങിയാണ്ട് നോമ്പ് തുറക്കാന്നുള്ളൊരു തീരുമാനമാണ് പോരുമ്പോ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മള് റിസ്ക് എടുക്കാറ് പിന്നെ കുഞ്ഞോളിപ്പോ ഞാൻ നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ അന്നത്തെ പോക്ക് കൊള്ളാം പിന്നെ കഴിഞ്ഞ അവിടെ എത്തുമ്പോ എന്തായാലും 9 മണി 10 മണിയാവും അപ്പൊ 9 മണിക്ക് പോലെ അടക്കില്ലേ കട സംഭവം അമ്മച്ചി ചോദിച്ചു നോമ്പ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് അമ്മച്ചി രാത്രി ചോദിച്ചു ഞാൻ നോമ്പ് എടുക്കട്ടെ അമ്മച്ചി അയച്ചേട്ടോ രാവിലെ സ്കൂളിൽ പോകാൻ എനിക്ക് നോമ്പുണ്ടോ ഞാൻ പറഞ്ഞു നോമ്പെടുക്കാതെ ഇങ്ങനെ എനിക്ക് നോമ്പുണ്ട് നോമ്പെടുക്കാനയക്കാതെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് നോമ്പുണ്ടോ ചോദിച്ചത് വെറുതെ രസല്ലേ വീഡിയോ എടുത്തപ്പോ ചോദിച്ചേനെ അഞ്ഞോടെ ചൂടായി അപ്പൊ ആയിക്കോട്ടെ ഗൈസ് നമ്മൾ പോട്ടെ ഓക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണക്ക് പോണ വഴിക്ക് ഇവിടെ നോമ്പ് ഇറക്കണ ഒരു പരിപാടി ഉണ്ട് അല്ലേ അപ്പൊ നമ്മളെ വണ്ടൂര് മണൽമൽ ബൈപ്പാസിന്റെ ബാക്കിൽ ഓഫാക്കാം ലൈറ്റ് ഓഫാക്കിയിട്ടില്ല ഫൺ സിറ്റി പാർക്കിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഇത് നടക്കുന്നുണ്ട് കേട്ടോ നോമ്പർപ്പിച്ചൽ നടക്കാറിഞ്ഞാല് അങ്ങനെയല്ല ബുക്ക് ചെയ്താണ്ട് അതായത് നമ്മളെ ഫാമിലി മീറ്റപ്പ് ഗെറ്റ് ടുഗദർ ഇപ്പം ഇന്ന് പാടിയത് ഒരു ചോലക്കൽ ഫാമിലിൻ്റെ ചോലശ്ശേരിയിലെ ഓല ഗെറ്റ് ടുഗദർ അല്ല ഓല നോമ്പർപ്പിച്ചൽ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളും തന്നെ അപ്പോൾ നമുക്ക് അവിടെ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിളിൽ നമ്മളും കൂട്ടത്തിൽ ഓലുണ്ട് അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടേ സെറ്റപ്പ് ആക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വണ്ടൂർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് ആരും അറിഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ വണ്ടൂർ ഭാഗത്തുള്ളവരൊക്കെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് നോമ്പ് തുറക്കാനൊക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ നോമ്പ് തുറക്കാൻ പോവാണ് അല്ലേ റെഡി അല്ലേ നിങ്ങൾ നോമ്പ് തുറക്കാൻ റെഡി അല്ലേ ബാങ്ക് ഇപ്പോൾ കൊടുക്കും കേട്ടോ തിന്നോ ബാങ്ക് കൊടുക്കാതെ തിന്നോ ബാങ്ക് കൊടുക്കാതെ തിന്നോ ചംച്ചാണ്ട പറയണില്ല
ഞാൻ ഓർക്കരുത് കേട്ടോ, നോമ്പ് ഓർക്കാതെ ബാങ്ക് കൊടുക്കാതെ കേട്ടോ. ഗൈസ് അപ്പോൾ ബാങ്ക് കൊടുത്തു, ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ്. ഇല്ല അതിൽ ഈത്തപ്പഴല്ല, തൊള്ള കൂട്ടറാ. അങ്ങനെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ അല്ലൂറയിൽ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അല്ലൂറയുടെ ഓണർമാരുണ്ട് കേട്ടോ അവിടെ. കുഞ്ഞോളെ 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 ഇതാണ് അതിൻ്റെ ഓണർ. പിന്നെ അവിടെ ഒന്നുണ്ട്. അനക്ക് ഇഷ്ടമുള്ള കളറ് എങ്ങനെയുണ്ട് പെരുന്നാൾ കളക്ഷനൊക്കെ ഇവിടെ? പെരിന്തൽമണ്ണ ടൗണ് ഇതിപ്പോ ഫസ്റ്റ് ഇയർ അല്ലേ ഇത്? നമ്മള് അന്ന് ഓപ്പണിങ്ങിന് വന്നല്ലേ ഞങ്ങള്. വലിയ പെരുന്നാള് അപ്പൊ അന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണോ വലിയ പെരുന്നാൾ വന്നത്? ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഫസ്റ്റ് രണ്ടാമത്തെ റമദാൻ അല്ലേ? ഫസ്റ്റത്തെ റമദാനാവും അല്ലേ? അപ്പൊ നോമ്പിന്റെ തിരക്കൊക്കെ തുടങ്ങിയോ? പെരുന്നാളനുബന്ധിച്ചുള്ള സ്റ്റാർട്ടായില്ലേ? പക്ഷെ ഇവിടെ നല്ല ആളുണ്ട് അല്ലേ? അല്ല ലാസ്റ്റ് നിങ്ങൾക്ക് കളക്ഷൻ ഇല്ലാതെയോ? സ്റ്റോക്ക് ഇങ്ങനെ ഗോഡൌണിൽ സാധനം ഇങ്ങനെ ഇറങ്ങും പുതിയ ട്രെൻഡിനനുസരിച്ച്. ഇപ്രാവശ്യം ഏതാണ് പെരുന്നാളിന് ഏതാ കളിക്കണത്? മോഡല് ഏതാണ്? അത് കൊടുത്താൽ നോക്ക്. കുറച്ച് ഇത് മുകളിലത്താണ്, പ്രീമിയം ടൈപ്പ് ആണ് അല്ലേ? ഇവിടെ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്? അതിൽ പെട്ട ഏതാണ്? എത്നിക്കലല്ലേ ഇതൊക്കെ വരുന്നത്? പെരുന്നാൾ ടൈപ്പ്. ഇത് സ്പെഷ്യൽ മെൽച്ചന്തേരിയോ? കോട്ടൺ ടൈപ്പ് അല്ലേ? പെരുന്നാൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കോട്ടണും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ഒക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട് അല്ലേ? ഇവിടെ എന്താ പറയുക, കൺഫ്യൂഷനായി കാര്യം ഏതെടുക്കുക ഏതെടുക്കുക. ഗൈസ് ഇവിടെ പാർട്ടി ഇതൊക്കെ സെമി പാർട്ടി വെയറിൽ വരുന്നത് അല്ലേ? ഏതാ ഏതാണിത്? എന്താണ് ഇതില് 4 കളേഴ്സ് വരുന്നുണ്ട്. ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയാം. ഇതല്ല ഇതില് ഈ ബ്ലാക്ക് ബ്രൗണും ബ്ലാക്കും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഇടുമ്പോഴത്തേന് കാണാതെ ആവുമല്ലോ. മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓൺലൈൻ ഉണ്ടോ? ഇല്ലല്ലോ. സ്റ്റാർട്ടായോ? കൊടുക്കണുണ്ട്. ആ ഇതൊന്നും എടുത്തടി വേണമെങ്കിൽ കുഞ്ഞോളെ നല്ല രസമുണ്ട്. പിന്നെ അധികം എല്ലാവരും ഒരു പേസ്റ്റൽ ഷെയ്ഡൊക്കെ ആവും കൂടുതൽ. ലൈക്ക് ഇത് കണ്ടോ, ഈ ഒരു പിങ്ക് ലാവൻഡർ. അപ്പൊ ഇങ്ങനത്തെ കളിക്കണ മോഡൽ അല്ലേ? ഇത് വർക്ക് ഉള്ളത്, ഇത് വർക്ക് ഇല്ലാത്ത അല്ലേ? ഇത് കയ്യുമ്മലല്ലേ വർക്ക് വരുന്നത്? ഇതിന്റെ വൈറ്റ് അല്ലേ? ഇതെന്തായാലും ചുടുത്തട്ടോ ഞങ്ങളെ. ഇത് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഒന്ന് തയ്ക്കോട്ടെ കേട്ടോ. ഓക്കെ, എന്തായി? ഹാപ്പി ആയില്ലേ? ഗൈസ് കൊണ്ട് ഒരു ലോഡ് ഡ്രസ്സ് എടുത്ത് കണ്ടോ പോയിരുന്നെ. നല്ലൊരു സംഖ്യ ബില്ലാക്കിക്കണല്ലേ? അതെടുത്തിയാണ്ട് ഇങ്ങനെ മുടിപ്പിച്ചല്ലേ. ഡാ പെരുന്നാട്ട് ഷബേബിനെ എടുത്തോ. ആ കൂട്ടി ഇപ്പൊ തന്നെ ചെറിയ കുത്തി വീണി കേട്ടോ. എന്താണ് പോലെ പോലെന്നാ? അങ്ങനെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ വന്ന് കഴിഞ്ഞ് വീട്ടിലെത്തില്ലേ?
ടിഷു ബേബിക്ക് എന്താ കൊടുത്തിക്കണേ? ടിഷു ബേബിക്ക് ഇതാ ഒരു മുട്ടായി അല്ല കേക്ക് ചോക്കോലോ നോക്ക പൊട്ടിച്ച് നോക്കല്ലേ ടിഷ പൊട്ടിക്കല്ലേ? ഇത് കത്രിക ഇല്ലാതെ പൊട്ടിച്ചാൽ കഴിയും. ഇങ്ങോട്ട് പൊട്ടിക്ക, ഇങ്ങോട്ട് വേണ്ട. ഇതിക്ക് എന്തിനാണ് പാല് നോക്കണേ? പൊട്ടിച്ചോളി. റെഡ് വെൽവെറ്റ് ഞങ്ങളൊന്നും തരൂല കേട്ടോ. ഇതാ ആയിക്കൂടെ ചാടിട്ടോ ഇവര് അവര് ഭാഗത്ത് തുറന്നുകൊണ്ടേ കയറാം. ഞങ്ങളതൊന്നും തരൂല. ഇതിക്കൊന്നും നോക്കിയിട്ട് കാര്യമല്ല. അവനാർക്കും ആണെങ്കിൽ അവനാൻ്റെ പൊട്ടിച്ച് തിന്നു. എല്ലാവർക്കും വാങ്ങി തന്നു. സെക്കൻഡ് ലെയർ ഉണ്ടല്ലേ, ഫസ്റ്റ് ലെയർ കടിച്ച് തിന്നണ പറിച്ചെടുക്കണേ. പൊളിച്ചിട്ടാ പൊളിച്ചിട്ടാണ് അതൊക്കെയാണേ സ്നാക്സിനായാലും കൊണ്ടുപോകണേ. സ്നാക്സിന് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കോഴിമുട്ട പൊഴിഞ്ഞുകൊണ്ടാൽ മതി. അതിന് എറുമ്പുക്കൾ വരും. ആ പൊട്ടിച്ചില്ലേ, പൊട്ടിക്കാതെ ഉണ്ടാകാൻ പറ്റുള്ളൂ. കടിക്കൊരു കടി അടിക്കാം. ഇങ്ങോട്ട് കാട്ടിക്കൊരു കടി. മാറ്റാണ്ട് ഇബ്രാനി ഓലെങ്ങനെ തൊടാനായിക്കൂല മറ്റാക്കൂല. അവതൻ്റെ പൊട്ടിച്ച അത് വാങ്ങിക്കാൻ അങ്ങോട്ട് വാങ്ങിക്കോ. എനിക്ക് മാണ്ട ഇങ്ങോട്ട് കൊണ്ടുവരാൻ തരാൻ പറയും. ഇജ്ജ അങ്ങോട്ട് വാങ്ങിക്ക റാഷിദ. എനിക്ക് മാണെന്നുണ്ട് ഇപ്പൊ തിന്ന. എനിക്ക് എൻ്റെ ബാസിയും കോവിത്തുണ്ടല്ലോ ഞാൻ വാങ്ങി തന്നതാ പേച്ചേ ആണോ? നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിന്നണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി തന്നതല്ലേ? അതല്ല ഒന്നല്ല തിന്നു. കടി കച്ചി പ്രാണി കടി. അത് നല്ല സോഫ്റ്റ് വെക്കുമ്പോഴത്തേന് ഇത് പിടിക്കുമ്പോഴത്തേന് അധികം പുകഴ്ത്തണ്ട. ആകെ പൈസ എടുത്ത് വാങ്ങിയ കടിക്ക അടിക്കരുത്. ഇതൊക്കെ തിന്നൂല. കയ്യാനൊക്കെ തിന്ന കയ്യൊന്നുമില്ലല്ലോ. ആ മാതിരി കട്ടായി വേണമെങ്കിൽ തിന്നാൻ കാര്യം ഉണ്ടാവില്ല. റെഡ് വെൽവെറ്റ് പറ്റൂല അറിയില്ല. ഇതിന്നൊരു പൊട്ടൊന്നിട്ടില്ല. അതൊക്കെ തീർപ്പത് ഞങ്ങൾക്ക് വെള്ളം മാത്രം. വെള്ളം എങ്ങനെ ഉണ്ടാവുക? ആ സിസ്റ്റത്തിൻ്റെ അടിയിൽ ഇവിടെ സിസ്റ്റം ഓഫായി താഴത്തെ ആ ചെറിയ പെട്ടിൻ്റെ സിസ്റ്റം ഓഫാക്കിയിട്ട് അതൊന്ന് നിൽക്കണം കേട്ടോ. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ലോ തരൂ. ഞാൻ അതിന് എപ്പോഴും വെറൈറ്റി ആട്ടോ. ഇന്ന് എല്ലാവരും ബൂസ്റ്റ് വിളിക്ക് വെച്ചപ്പോണ് ബത്തക്ക. എന്നിട്ട് ബത്തക്ക കൊടുത്തപ്പോൾ കുറച്ച് കുടിച്ചാണ്ട് ഇബ്രാഹിമിനോട് വേണം വെച്ചാൽ അതിൽ ഇബ്രാഹിം സ്ട്രോ ഇടുക. അതിൽ ഇബ്രാഹിം ഇങ്ങനെയല്ല പിടിച്ചിരുന്നത്. ആ ടൈമിൽ ഇബ്രാഹിമിൻ്റെ ഈ കയ്യിലാണ് മറ്റേ അതിങ്ങനെ പിടിച്ചിരിക്കണത്. വന്നിട്ട് അപ്പുറത്തോടെ തലയിട്ടാണ് ഇബ്രു അറിയാതെ വലിച്ച ആ സ്ട്രോ. ആ എന്നാ വേറെ ആർക്കെങ്കിലും കൊടുക്കണം. എല്ലാവരെയും അടുത്ത് രാവിലെ ഇവിടുന്ന് തിന്നോണ്ട് കേട്ടോ. അല്ലേ ഓനക്കില്ല സ്നാക്സ് ആക്കിയാൽ മതി.
ഇവനക്ക് എന്തായാലും പ്രശ്നമില്ലല്ലോ. ഓന് കൊണ്ടുപോയിക്കോട്ടെ കേട്ടോ. എനിക്ക് കോഴിമുട്ട ഉണ്ടല്ലോ. കോഴിമുട്ട ഒരു 10 കഷ്ണം. വാട്ടർ മിലാനാണ് ചൂടത്തെ ബോഡിയിൽ വെള്ളം നിറയണ്ടേ. അങ്ങനെയല്ല ചില കാത്തുന്നോണ്ടാ. ചെറിയൊരു കഷ്ണം കൊടുത്ത ചെറുതെടുത്തള. ചെറുത് കൊടുക്ക്. ചെറുത് ഓളെ കയ്യിൽ കൊടുത്താൽ മതി. ഓളെ എടുത്തോളൂ. കൊളാബറേഷനാ. വേറല്ലേ ഓലക്കൊടിയോ? അതിന് ഓലക്കൊടിയില്ല ഇവിടെ. നിങ്ങളെ അതൊന്നും കത്തിച്ച് അത് കൊല്ലാൻ പാടില്ല. പടച്ചോന് നമ്മളെ കെണിയിലാക്കും. തേനീച്ചള ഇത് കടന്ന്. അങ്ങനെ ഗൈസ്, അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിന് ഏതൊക്കെ ഡ്രസ്സ് എടുത്ത്. കുറേ ആൾക്കാർ വിചാരിച്ച പ്രമോഷനായിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പോയിങ്ങാണ്ട് ഡ്രസ്സ് എടുക്കണ മാതിരി അഭിനയിച്ചതാണ്. ഡ്രസ്സൊന്നും എടുക്കാതെ അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്ത ഡ്രസ്സുകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് എടുത്ത് ഇതാണ് അല്ലേ, ഇമ്പോർട്ടഡ് ആണല്ലേ. അപ്പോൾ കുഞ്ഞപ്പോൾ ഓരോ ഡ്രസ്സൊക്കെ ഓരോ ഷാളാക്കി അല്ലേ. എന്നോട് പറയാലോ എന്താ അറിയോ, ദയവ് ചെയ്ത് ഇതിങ്ങനെ ഓരോരുത്തർക്ക് ഇടാൻ കൊടുത്തുകാണ്ടേ എന്നിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ആകെ പയങ്ങിയാണ്ട് ഈ കാര്യം വരിക. എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും ഒരാൾക്കും കൊടുക്കണ്ടേ കേട്ടോ. ആ ലിസ്റ്റിലുള്ള ഒരു ഡ്രസ്സ്. കാരണം ഇവിടെ പ്രശ്നം എന്താ പറയുക ഗൈസ്, ഓരോരുത്തർക്ക് കൊടുക്കും. സംഗതി അവനവൻ്റെ ആൾക്കാർക്ക് തന്നെയാണ്. പക്ഷേ അവർ 5-6 ആൾക്കാരുണ്ടാവും, ഓർക്കൊക്കെ കൊടുക്കും. പിന്നെന്ത് ചെയ്യില്ല പറഞ്ഞ എന്നിട്ട് എന്നോട് ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് തരാൻ പറയും. അവിടേക്ക് പോകുമ്പോൾ അത് നല്ലൊരു ഡ്രസ്സില്ല, ഇവിടേക്ക് വരുമ്പോൾ ഇവിടേക്ക് ഒരു ഡ്രസ്സ് എടുത്ത് തരി, അവിടേക്കൊരു. അപ്പം എൻ്റെ ആ ഡ്രസ്സ് ഇടും, ഈ ഡ്രസ്സ് ഇടും, അത് ഓളുണ്ടായിക്കും, അത് ഇപ്പോഴുണ്ടായിക്കാം. അപ്പം ഇനി മേലാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് ഉണ്ട്, അത് ആർക്കും കൊടുക്കണ്ട. ഓക്കെ, ആരും ചോദിച്ചാൽ ഞാൻ കാക്കുവിനോട് ചോദിച്ചാൽ മതി പറഞ്ഞാൽ കേട്ടോ. ആർക്കും കൊടുക്കണ്ട. നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സാണ്, ഇനി ഒരാൾക്കും കൊടുക്കണ്ട. മറ്റേ കളറാണ് പോയിട്ട് പിന്നെ ഇടുമ്പോഴത്തേന് കളറൊക്കെ പോയി 2-3 നിരക്കലൊക്കെ നിരച്ച് തിരുമ്പിയിട്ടാണ് കൊണ്ടുവന്നില്ല. അപ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു വെക്കും. ഇട്ട് പയങ്ങിയതുമാണെങ്കിൽ ഓല് ഇടാൻ ചോദിച്ചുമ്പോൾ കൊടുത്തോണ്ടി ആരായാലും. അത് കുഴപ്പമില്ല, ഇത് നല്ല രസമുണ്ട് ഡി. അപ്പോൾ ഗൈസ് പിന്നെ ഒരു കൂട്ടം എടുത്തത് ഇതാണ് അല്ലേ, നീ ലെങ്ത് അല്ലേ. ശരിക്കും ഇങ്ങനത്തെ നീ ലെങ്ത് ഇടുക കേട്ടോ. ഇങ്ങനെ ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ നല്ലത് അല്ലേ, കുറച്ച് നീളല്ലേ പോലെ ഫീൽ ചെയ്യും. നല്ല രസമുണ്ട്. എനിക്ക് തന്നെ എങ്ങനെ ഇജ്ജന്നെയാണ് എനിക്ക് പെണ്ണുങ്ങളെന്നൊക്കെ തോന്നും കാര്യത്തിൽ. നല്ല രസമുണ്ട്. ഞാൻ അടുത്തിട്ട് പോവാ. അപ്പൊ ഗൈസ് ഇതാണ് 3ാമത്തെ ഡ്രസ്സ് അല്ലേ. അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ നിൽക്കുക, ഇതിങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര കൂട്ടം എടുത്തിക്കണേ? 5-6 കൂട്ടം എടുത്തിക്കണല്ലേ. കാരണം നല്ല കളക്ഷനും നല്ല സെലക്ഷനും കണ്ടപ്പോൾ. അപ്പൊ ഞാൻ അടുത്തെടുത്തു വാ, അടുത്തിട്ട്. അപ്പൊ 4ാമത് എടുത്ത സാധനമാണ് ഇതില്ലേ, പാൻറ്റും. വെസ്റ്റേൺ ടൈപ്പ് സാധനമാണല്ലേ. അപ്പൊ ഗൈസ് ഇത്രയാണ് നമ്മൾ അലോറയിൽ ഇന്ന് അല്ലൂറ ബൊട്ടീക്ക് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് പെരുന്നാൾക്കൊക്കെ ഇങ്ങനെ നടക്കും കുഞ്ഞോളല്ലേ.
പിന്നെ നമ്മളൊരു ഷാൾ കൂടി എടുത്തിട്ടുണ്ട് പശ്മീന ഷാള് ഇതും കൂടി അവിടെ നമ്മള് ഷാള് ഒരു ലോഡ് എടുത്ത് പോന്നിക്കണ വേറെ കാര്യം. ഷാൾക്ക് പിന്നെ കാക്കു എടുത്ത് കേട്ടോ. പശ്മിനെ എടുത്തിക്കണൊരു മൂന്നാമത് എടുത്തത് അല്ലേ? നല്ല രസമല്ലേ? ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പാണ് അല്ലേ? ഈ വർക്കും ഇതൊക്കെ കഴുത്തിലൊക്കെ വെക്കാം. നിങ്ങളാ തിളക്ക കുപ്പായൊക്കെ പേറങ്ങാണ്ട് ഒരു ഫ്രോക്ക് ടൈപ്പ്. എന്നാല് നല്ല കുറച്ചൊരു ബോഡി കോൺ പോലെ നിൽക്കണുണ്ടോ ഒതുങ്ങിയ, അതായത് ഇതനക്കാണ് കറക്റ്റ് സൈസ്. മനസ്സിലായോ? വേറെ കുറച്ച് തടിയുള്ള ആളാണെങ്കിലും നീളമുള്ള ആളാണെങ്കിലും ചിലപ്പോൾ ഇത്ര രസമുണ്ട്. പശ്മിനേക്കണ്. ആ പശ്മിനല്ലേ, ഇതെന്താണ് ഷിമ്മറല്ലേ? ഇപ്പൊ ഷിമ്മർ ഇന്നലെ 5 4 എടുത്ത്. ഇന്നിപ്പോ അതേപോലെ ഷിമ്മറിന് 4 എടുത്തേക്കണം. ബ്ലാക്കും വൈറ്റും പിന്നെ ഗോൾഡും. ഷിമ്മറിൽ അവരുടെ ഭയങ്കര കളക്ഷൻ ഉണ്ട് എല്ലാ കളറും വൈറ്റ് ബ്ലാക്ക് നമുക്ക് ഏത് കളറ് വേണമെന്നുണ്ടെങ്കിലും എല്ലാ ഷോപ്പിലും പൊതുവെ ഷിമ്മർ അവൈലബിൾ അല്ല. ഭയങ്കര ഡിമാൻഡുള്ള ഷാളാണ്. ഒന്നാമത് പാർട്ടി വെയർക്കൊക്കെ ഭയങ്കര ലുക്കാണ്. സത്യത്തിൽ ഈ ഷാൾ ഇട്ടാൽ പിന്നെ നമുക്ക് ഇനി സാധാ ഷാൾ ഇടാനൊരു ഡ്രസ് മാച്ച് ആവാത്ത മറ്റേ ഈ ഷാൾ പോലീസ് ഞാനിപ്പോ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ പിന്നെ നമുക്ക് വേറെ ഷാൾ ഇടുമ്പോ ഒരു മാച്ച് ഡിസ്മാച്ച് ആയത് നല്ല രസം. ഒരുട്ടാണ് ചോറച്ചാണ് കുട്ടി പൈച്ചിട്ട് കാഞ്ച എന്തെങ്കിലും അലക്കുണ്ടാക്ക്. അപ്പോൾ ഗൈസ് ആയിക്കോട്ടെ. എന്നാൽ ഇന്നത്തെ വ്ളോഗ് കൂടെ കഴിയണം. ഓക്കെ, അസ്സലാമു അലൈക്കും.